ചെന്നൈയിലെ അമ്പത്തൂർ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിലും പരിശോധന നടക്കുകയാണ്. ഇവിടെയാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഓഫീസ്. നിങ്ങൾക്കറിയാം, സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ടുള്ള പ്രതിയായിട്ട് അദ്ദേഹവും പെട്ടിട്ടുണ്ട്. ഈ ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിന് മുന്നിൽ നമ്മുടെ പ്രതിനിധി മനീഷ് മൂർത്തിയുണ്ട്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ളത്? ഈ റെയ്ഡ് അവസാനിക്കാറായോ അതോ ഇനിയും കുറേ മണിക്കൂർ നീണ്ടുപോകുമോ? നമുക്ക് എന്തെങ്കിലും സൂചന അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? SK രാവിലെ 7 മണിയോടുകൂടി തന്നെ ഇവിടെ പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരമാവധി ജീവനക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ രേഖകൾ പരിശോധിക്കാനുള്ള ജീവനക്കാരെ മാത്രമാണ്. എല്ലാ ജീവനക്കാരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. കൃത്യമായ അർത്ഥത്തിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷ ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള പരിശോധന തന്നെയാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പ്രധാനപ്പെട്ട പ്രതികളാണ്, സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട പ്രതികളാണ്. ഒന്ന് ഈ പറഞ്ഞ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ബംഗളൂരു കർണാടകയിലെ ബെല്ലാരി സ്വദേശിയായിട്ടുള്ള ഗോവർദ്ധനും. അപ്പോൾ ഈ രണ്ടിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഒന്നിപ്പോൾ ബെല്ലാരിയിലാണെങ്കിലും ബെല്ലാരിയിൽ ഈ പറഞ്ഞ ജ്വല്ലറിയിലും അതുപോലെ തന്നെ ഗോവർദ്ധൻ്റെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെയും സമാനമായ രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഏകദേശം ഇവിടെയുള്ള ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ബംഗളൂരുവിലുള്ള ഒരു ഫ്ലാറ്റാണ്, അവിടെ 4ാമത്തെ നിലയിലുള്ള ഫ്ലാറ്റാണ്, അവിടെയും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും വ്യാപകമായ തോതിൽ തന്നെ വളരെ കൃത്യമായി വളരെ പ്ലാൻ ചെയ്തുള്ള പരിശോധനയാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിലുണ്ടാകുന്നത്. അതായത് ഇവരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ ഗോവർദ്ധനും ഉൾപ്പെടെയുള്ള ആളുകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇഡി നിലവിൽ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചില നടപടിക്രമങ്ങളിലേക്കൊക്കെ എന്തായാലും ഇഡി കടന്നേക്കുമെന്നുള്ള സൂചനയുണ്ട്. ഈ പറഞ്ഞ കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു പരിശോധന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പരമാവധി രേഖകൾ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ പ്രതികളും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസ് അതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിക്കുക, അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുക. എന്തായാലും അല്പസമയം കൂടി അല്ലെങ്കിൽ മണിക്കൂറുകൾ തന്നെ നീളാനുള്ള സാധ്യത തന്നെയാണ് ഈ റെയ്ഡ്. അത് ആ രീതിയിൽ നീളുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏകദേശം 7 മണിയോടുകൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 10 മണിയാവുന്ന ഏകദേശം 3 മണിക്കൂർ പിന്നിടുകയാണ്. നിലവിൽ ചെന്നൈയിലെയും ബംഗളൂരുവിലെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബെല്ലാരിയിലുമൊക്കെ റെയ്ഡുകൾ എന്തായാലും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.